ബീഫ് അച്ചാറിന് ഞാൻ എടുത്തേക്കുന്നത് 1/2 കിലോ ബീഫാണ്. അപ്പോൾ അത് നന്നായി കഴുകി അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, വിനാഗിരി ഒഴിച്ചിട്ട്, വെള്ളം ഒഴിക്കണ്ട, ഒഴിച്ചിട്ട് വേവാൻ വയ്ക്കാം. എനിക്കൊരു മീഡിയം ഫ്ലെയിമിൽ 4 വിസിലിൽ എനിക്ക് വെന്തായിരുന്നേ. അത് ഓരോരുത്തർക്കും കിട്ടുന്ന ബീഫ് അനുസരിച്ചിരിക്കും. എനിക്ക് 3-4 വിസിലിന്, അത് പോർക്കായാലും അത് പെട്ടെന്ന് ഇവിടെ വെന്ത് കിട്ടും. മീറ്റിൻ്റെ പ്രത്യേകതയായിരിക്കും. 9 വിസിലൊക്കെ ചിലർ അടിക്കുന്നു പറയാം. പക്ഷേ എനിക്ക് 2-3 വിസിലിന് മീഡിയം ഫ്ലെയിമിൽ 3 വിസിലിന് എനിക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയായിരുന്നു കേട്ടോ. ഇനി ആ ബീഫിലെ സ്റ്റോക്കൊക്കെ നമുക്ക് മാറ്റണം. വേണമെന്നുണ്ടെങ്കിൽ സൂപ്പൊക്കെ ആക്കാനായിട്ട് എടുക്കാം. ഞാനൊന്നും ഉപയോഗിച്ചില്ല. ഒരു ചീനച്ചട്ടിയിൽ നല്ലെണ്ണ ഒഴിച്ചിട്ട് നന്നായി ചൂടാവുമ്പോൾ ഈ ബീഫ് വറുത്ത് കോരണം. മീഡിയം ഫ്ലെയിം ആയിരിക്കണേ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറുക്കാൻ പാടില്ല. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറുത്ത് കഴിഞ്ഞാൽ അത് നല്ല കട്ടിയായിട്ട് പോകും. നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുക്കാൻ. വറുക്കുമ്പോൾ ഈ ഒരു കളറാവുമ്പോഴത്തേനും ഏകദേശം പാകമായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഇളക്കുമ്പോൾ അറിയാം ഇത് വറവായിട്ടുണ്ടോയെന്ന്. കാരണം ഒച്ചയ്ക്കൊക്കെ ഇച്ചിരി വ്യത്യാസം ഉണ്ടാവേ. പിന്നെ ഈ പതഞ്ഞ് വരണത് ഇച്ചിരി കുറവാകും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക അത് ഏകദേശമായിട്ടുണ്ടെന്ന്. അപ്പോൾ അതിന് ശേഷം അത് കോരുക. വറവായതിന് ശേഷം കോരി എടുത്തതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില, ഈ സംഭവമൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഞാൻ അത്യാവശ്യം എടുത്തിട്ടുണ്ട്. അത് ആദ്യം കട്ട് ചെയ്തത് കുറച്ചിടുക. പിന്നെ ഞാൻ ക്രഷ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ കുറച്ചിടുവേ. അപ്പോൾ ഇച്ചിരി ഗ്രേവി ഇച്ചിരി തിക്കായിട്ടിരിക്കും. അതിനുശേഷം നന്നായി ഇതിൻ്റെയും നന്നായിട്ട് വെള്ളമൊക്കെ നന്നായി വറ്റണം. നന്നായി മൊരിഞ്ഞ് വരണം. എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല. നന്നായി വഴണ്ടതിന് ശേഷം കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന്, നമ്മുടെ എരിവിനനുസരിച്ച്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. നല്ല എരിവിൻ്റെ എടുത്തിട്ടില്ല. പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതിട്ടിട്ട് നന്നായി ഇളക്കുക. പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറണേ. അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പിടണേ. ഉപ്പ് ഇച്ചിരി കയറി എന്നാലും കുഴപ്പമില്ലേ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം ലാസ്റ്റ് വിനാഗിരി ഒഴിക്കണം. വിനാഗിരി ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യണം. വിനാഗിരി നമ്മുടെ ചാറിനനുസരിച്ചിട്ട്, ഞാനിതിൽ വേറെ എക്സ്ട്രാ ചൂടുവെള്ളമോ അങ്ങനെയൊന്നും ഒഴിച്ചിട്ടില്ല. വിനാഗിരി മാത്രമാണ് ഒഴിച്ചേക്കണേ. ഡ്രൈ ആക്കിയിട്ടാണ് എടുത്തേക്കുന്നത്, ചാറോട് കൂടിയിട്ടല്ല. ലാസ്റ്റ് കുറച്ച് കായപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇടുവേ. കായപ്പൊടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച്. കാരണം ഞാൻ കാശ്മീരി മുളക് പൊടിയാണല്ലോ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. കുറച്ച് പഞ്ചസാര. എന്നിട്ട് നന്നായി മിക്സ് ആക്കുക. ഞാനിപ്പോഴാട്ടോ കുരുമുളക് പൊടി ഇട്ടേ. അപ്പോൾ ഈ ടൈം ആകുമ്പോഴിട്ടാലും മതി. എന്നിട്ട് നന്നായി മിക്സ് ആക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ചൂടാറിയതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കുക. അത് പുറത്ത് വയ്ക്കണമെങ്കിൽ പുറത്ത് വയ്ക്കാം, ഫ്രിഡ്ജിൽ വയ്ക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഞാൻ പുറത്താണ്. ഇത് പെട്ടെന്ന് തീരും. മിക്കതും ടച്ചിങ്സൊക്കെ ആയിട്ടാണ് പോണത്. എന്തായാലും കുഴപ്പമില്ല. നോൺ വെജ് ഒന്നും ഇല്ലാത്ത ടൈമിൽ നമുക്ക് ഈ പിക്കിളുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം.